നമസ്തേ. അമ്മേ നാരായണ. പൗർണമി നാളിലും തിങ്കളാഴ്ച ദിവസങ്ങൾ, ഇപ്പം തിങ്കളാഴ്ച ദിവസം നെടുമംഗല്യത്തിന് വേണ്ടിയിട്ട് അമ്മമാരൊക്കെ പ്രാർത്ഥന ചെയ്യാറുണ്ട്. പെൺകുട്ടികൾ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥന ചെയ്യാറുണ്ട്. ചന്ദ്രൻ്റെ പക്ഷബലം കുറവുള്ളവർ പൗർണമിയിലും തിങ്കളാഴ്ചകളിലും പ്രാർത്ഥന ചെയ്യാറുണ്ട്. നമുക്കിവിടെ ചന്ദ്രൻ്റെ പക്ഷബലം കുറഞ്ഞവർക്ക് വേണ്ടി ചെയ്യുന്ന അർച്ചനയായതുകൊണ്ട് നമുക്ക് യാ ദേവി സർവഭൂതേഷു എന്ന് പറഞ്ഞ് തന്നെ നമുക്ക് അർച്ചന ചെയ്യാം. നാണയം പ്രാർത്ഥിച്ചും വയ്ക്കാം, അതുപോലെ തന്നെ പച്ചരി കൊണ്ടും അർച്ചന ചെയ്യാം. ഒരു പ്രാവശ്യം കൂടി അമ്മ ചെയ്തോളൂ. മനസ്സിലേക്ക് അരിയെടുത്തു, ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു, ഭഗവതിയുടെ ചിത്രം വെച്ചു, പായസം നിവേദ്യമായി വെച്ചു, നാണയവും അരിയും എടുത്ത് തയ്യാറാക്കി വെച്ചുകൊണ്ട്, കാരണം പൗർണമി പൂജ വളരെ വിശേഷമാണ്, എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. തിങ്കളാഴ്ചകളിലെ ഈ പൂജയിലും എല്ലാ സൗഭാഗ്യങ്ങളും മക്കൾക്ക് വേണ്ടി, അമ്മമാർക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, അമ്മയുടെ അനുഗ്രഹത്തിനായി എല്ലാവർക്കും പ്രാർത്ഥിച്ചുകൊണ്ട് യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ഇത് പനഞ്ചിക്കാട്ടമ്മയുടെ ചിത്രമാണ്. ഓരോരുത്തരും അവരവരുടെ തട്ടകത്തുള്ള അമ്മയെ അമ്മയായി കണ്ട്, പെറ്റമ്മയായും പോറ്റമ്മയായും ഒക്കെ കണ്ട്, കുടുംബ പരദേവതകളെ അമ്മയായി കണ്ട്, ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് രൂപമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മനസ്സിലൊരു രൂപമുണ്ടല്ലോ, ആ രൂപത്തെ ധ്യാനിച്ചുകൊണ്ട് അമ്മയുടെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമ്മൾക്ക് തീർച്ചയായും അർച്ചന ചെയ്യുമ്പോൾ ആ ചന്ദ്രൻ്റെ നീചത്വമോ പക്ഷബലമോ ഒക്കെ കുറഞ്ഞ് മനസ്സിന് നല്ല ഉറപ്പും കുടുംബത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വരും. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. ഒരു നല്ല ജീവിതം എല്ലാവർക്കും പ്രധാനമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.